വേറെ പേടിക്കാവുന്ന പ്രശ്നങ്ങളില്ല. പക്ഷേ ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട പേടി ഇപ്പോൾ റിപ്പോർട്ടർ കാണുന്ന കൂടുതൽ ആളുകളുണ്ടാകും. അവരെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ തീരദേശം ഒരു പൊതുജാഗ്രതയിലേക്ക് പോകേണ്ടതുണ്ട്. അതായത് ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം മേഖലകളിലാണ് ആദ്യം നമ്മൾ കരുതിയത് വടക്കോട്ട് ആയിരിക്കും ഇതിൻ്റെ സഞ്ചാരപഥം എന്നാണ്. പക്ഷേ മൺസൂൺ കാറ്റിൻ്റെ ദിശ കൂടി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴയിലും കൊല്ലത്തുമായിരിക്കും ആദ്യം ഇതിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എത്തിച്ചേരുക എന്ന് നമ്മൾ ഇന്നലെ തന്നെ വിവരം രാവിലെ നൽകിയിരുന്നു. അതനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. നമ്മുടെ ഡയറക്ഷനിൽ തെറ്റില്ല. പക്ഷേ വാർത്തകൾ കാണുന്നവരും സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ വാട്സപ്പിലൂടെ സന്ദേശം കിട്ടുന്നവരും കുറവായതുകൊണ്ട് എനിക്ക് തോന്നുന്നു തീരദേശത്തെ നമ്മുടെ പഞ്ചായത്തുകൾ ദുരന്ത നിവാരണ അതോറിറ്റി കൊടുത്ത വിഷയങ്ങൾ കൂടുതൽ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ഒരു അനൗൺസ്മെൻറ്റ് ഉൾപ്പെടെ ഏത് വിധത്തിലാണോ തീരദേശത്തെ ആളുകളുടെ മുമ്പിൽ എത്തിക്കുക ആ വിധത്തിലൊരു നിർദ്ദേശം കൊടുക്കുന്നത് പൊതുവിൽ നന്നായിരിക്കും, കൂടുതൽ ആളുകൾക്കറിയാം. കാരണം ഇത് നമ്മൾ ഇപ്പോൾ ആലപ്പുഴയുടെ തൃക്കുന്നപ്പുഴയിൽ വന്നു ചേരുമ്പോൾ പ്രതീക്ഷിക്കുന്ന പോയിന്റിലായിരിക്കില്ല നമ്മൾ ഇതെത്തിച്ചേരുക. ജനവാസമില്ലാത്തൊരു സ്ഥലത്തെത്തി ആളുകൾ ഇതെന്തെന്ന് നോക്കാൻ അങ്ങോട്ട് പോയി അവിടെ കോസ്റ്റ് ഗാർഡ് ഇല്ലെങ്കിൽ അതൊരു പ്രയാസം ഉണ്ടാകും. അതുകൊണ്ട് ഇത്തരം കാണുന്ന ഏതെങ്കിലും കണ്ടെയ്നറോ ഏതെങ്കിലും വസ്തുവോ മഞ്ഞ കളറുള്ള ദ്രാവകങ്ങൾ അടങ്ങുന്ന വിധത്തിൽ, പതയടങ്ങുന്ന വിധത്തിൽ ഏതെങ്കിലും ഓയിൽ സാദൃശ്യമോ കണ്ടാൽ 112 ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് അടിയന്തരമായി അറിയിക്കലല്ലാതെ ഒരാളെയും അതിൻ്റെ ചുറ്റും നിൽക്കാനോ തൊടാനോ ആകാംക്ഷയോടെ എന്താണെന്ന് നോക്കാനോ പോകരുത് എന്നുള്ളതാണ്